ഗുഡ് മോർണിംഗ് എവരിബഡി. ഇത് നമ്മുടെ 4th ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. ഇമേജ് എങ്ങനെ നമുക്കൊരു വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു ചെറിയ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒറ്റ ടാഗ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടാഗ് IMG. HTML ഉപയോഗിച്ച് നമ്മൾ ടാഗ് IMG ഉപയോഗിച്ചിട്ട് നമുക്ക് വെബ് പേജിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ empty ടാഗ്, അത് ഓർത്തിരിക്കുക. ടാഗ് IMG എന്ന് പറയുന്നത് empty ടാഗാണ്. ഇറ്റ് ഹാസ് മെയിൻലി ആട്രിബ്യൂട്ട്സ്, ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. SRC ഈസ് എ മെയിൻ ആട്രിബ്യൂട്ട്. അതിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് SRC എന്നുള്ളതാണ്. അതിൻ്റെ ഫയലിൻ്റെ URL ആണ് SRCയുടെ കൂടെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണോ ഈ പിക്ചർ ഇമേജ് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സ്, URL, പാത്ത്, ലൊക്കേഷനൊക്കെയാണ് നമ്മൾ SRCയുടെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ ഇമേജ് എന്ന് പറഞ്ഞ ഒരു empty ടാഗാണെന്ന് ഓർക്കണം. ഒരു ഇമേജ് നമ്മുടെ വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റും വിഡ്ത്തും, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഇമേജ് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ടാഗ് IMG ഉപയോഗിക്കാം. ഓൾസോ ഇറ്റ് ഈസ് ആൻ empty ടാഗ്. അത് empty ടാഗാണ്. നമ്മൾ ഇതുവരെ 2 empty ടാഗ് ഇതിന് മുന്നേ പഠിച്ചു. ഏതൊക്കെയാണ്? ടാഗ് HR, ടാഗ് BR. അതിൻ്റെ കൂടെ ഒരു തേർഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ടാഗ് IMG. ഓർത്തിരിക്കുക. അപ്പോൾ SRC എന്ന് പറയുന്നതാണ് അതിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് ഓർക്കുക. അതിൻ്റെ വാല്യൂ ഈസ് ദ URL ഓഫ് ദി ഇമേജ്. ഇമേജിൻ്റെ URL ആണ്, പിക്ചറിൻ്റെ URL ആണ്. ഇപ്പോൾ ഇമേജ് ആയതുകൊണ്ട് .jpeg, PNG, GIF ഫയലുകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. .jpg വരാം, .jpeg വരാം, .png വരാം, .gif വരാം. അങ്ങനെ ഇമേജ് ഫയൽ എല്ലാം തന്നെ ഇമേജസ്, പിക്ചേഴ്സ് എല്ലാം നമുക്ക് ലോഡ് ചെയ്യാം. ഇനി അതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് കൂട്ടാം. നമ്മുടെ വെബ് പേജിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആട്രിബ്യൂട്ട്സ് ആണ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അത് പിക്സലായിട്ടോ പെർസെൻറ്റേജ് ആയിട്ടോ നമുക്ക് കൊടുക്കാം. The values are given in terms of either pixels or percentage of its actual size. If these attributes are not specified, the browser will display the image in its actual size. അല്ല, നോർമലി അതിൻ്റെ സൈസ് അനുസരിച്ച് ലോഡ് ചെയ്യും. നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൂടാതെ V-space, H-space, വെർട്ടിക്കൽ സ്പേസിങ് ആൻഡ് ഹൊറിസോണ്ടൽ സ്പേസിങ് എന്ന 2 ആട്രിബ്യൂട്ട് കൂടെ ഉണ്ട്. 2 ഇമേജിനിടയിലുള്ള വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. 2 ഇമേജുകൾക്കിടയിലുള്ള വെർട്ടിക്കൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് V-space എന്ന ആട്രിബ്യൂട്ടും അതുപോലെ ഹൊറിസോണ്ടൽ സ്പേസ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് H-space എന്ന ആട്രിബ്യൂട്ടും യൂസ് ചെയ്യാം. ഇനി അലൈൻ ആട്രിബ്യൂട്ടും ഉണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ ഒരു ഫസ്റ്റ് ഇമേജ് book 3 അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 50-70. ഓക്കെ. പിന്നെ വെർട്ടിക്കൽ സ്പേസ് 10, ഹൊറിസോണ്ടൽ സ്പേസ് 10. അതായത് ഇമേജുകൾക്ക് ഇടയിലുള്ള സ്പേസിംഗ് ആണത്. ഹൊറിസോണ്ടലായിട്ട് ഇത് രണ്ടിനും ഇടയ്ക്കുള്ള വെർട്ടിക്കലായിട്ട് ഉള്ള സ്പേസിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണത്. അപ്പോൾ ഇവിടെ വെർട്ടിക്കലി ഹൊറിസോണ്ടലി സ്പേസ് അഡ്ജസ്റ്റ്, ഈ ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് V-spaceഉം H-spaceഉം കൊടുക്കുന്നത്. അങ്ങനെ ഇമേജസ് നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിലും വിഡ്ത്തിലും ഹൈറ്റും വിഡ്ത്തും അറേഞ്ച് ചെയ്ത് ഗ്യാപ്പ് ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് ഇമേജ് നമ്മുടെ വെബ് പേജിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ. ഇനി പിന്നെ ഒരു ആട്രിബ്യൂട്ടിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ SRC ആണ് മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു. ഹൈറ്റും വിഡ്ത്തും ഉണ്ട്, എച്ച് സ്പേസ് കണ്ടു. ഇനി അനദർ ആട്രിബ്യൂട്ട് ഈസ് അലൈൻ. അതിന് ബോട്ടം, മിഡിൽ, ടോപ്പ് എന്ന് 3 വാല്യൂസ് ആണ് ഉള്ളത്. വിച്ച് അലൈൻസ് ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് ഇമേജ് വിത്തിൻ ദ സ്പെസിഫൈഡ് സൈസ് ആൻഡ് വിത്ത് ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ ദം. അങ്ങനെയാണ് അലൈൻമെൻറ്റ്. ഇവിടെ നോക്കാം. ഇത് ടെക്സ്റ്റാണ്, ഇത് ഇമേജാണ്. ടെക്സ്റ്റ്, ഇമേജ്, 3 ടെക്സ്റ്റുകൾ 3 ഇമേജും ഉണ്ട്. ഇത് ടെക്സ്റ്റിൻ്റെ ടോപ്പിലോട്ട് വരുന്ന ഇമേജ്, ടെക്സ്റ്റ് താഴെ. ഇത് ഈ ടെക്സ്റ്റ് ഇമേജ് മിഡിലായിട്ടാണ്, ഇതിൻ്റെ ബേസ് ലൈൻ. ഇവിടെ ടെക്സ്റ്റ് മുകളിലും ഇമേജ് താഴെയായിട്ട് വരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ട് സെറ്റിംഗ് ആണ് ഇനി പറയുന്നത്. ബോട്ടം എന്ന് കൊടുത്താൽ ഇറ്റ് അലൈൻസ് ദ ബോട്ടം ഓഫ് ദി ഇമേജ് വിത്ത് ദ ബേസ് ലൈൻ ഓഫ് ദി ടെക്സ്റ്റ് ആൻഡ് ദിസ് ഈസ് ദ ഡീഫോൾട്ട് സെറ്റിംഗ്. ബോട്ടം എന്ന് പറയുമ്പോൾ ബോട്ടം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോട്ടത്തിൽ നിൽക്കും, ഇമേജ് ഇത്ര മേളിലോട്ട് നിൽക്കും. ഇമേജിൻ്റെ ബോട്ടത്തിലായിട്ടാണ് ടെക്സ്റ്റ് വരുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ബോട്ടമായിട്ട്, അതായത് ടെക്സ്റ്റ് ടോപ്പിൽ നിൽക്കും. ബോട്ടം എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബോട്ടത്തിൽ നിൽക്കും. മിഡിൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഇമേജിൻ്റെ മിഡിലായിട്ട് തന്നെ നിൽക്കും, ബേസ് ലൈൻ. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമേജിൻ്റെ ബേസ് ലൈൻ്റെ അടുത്ത് വരും. അതാണ് ബോട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റാണ് ആക്ച്വലി ബോട്ടമായിട്ട് വരുന്നത്. ടോപ്പ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ലൈൻ ഇമേജിൻ്റെ ടോപ്പിലേക്ക് പോവും, മിഡിൽ അതുപോലെ തന്നെ നിൽക്കും. Bottom aligns the bottom of the image with the baseline of the text and this is the default setting. Middle aligns the middle of the image vertically with the baseline of the text. Top aligns the image with the top of the text. അപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് അലൈൻ ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദി ടെക്സ്റ്റ്. ഇവിടെ ഈ ലൈൻ ഇതിൻ്റെ ബേസ് ലൈനിൻ്റെ അടുത്ത് വന്നു, ഇവിടെ ഇത് മേളിലോട്ട് വന്നു, ഇത് മിഡിലിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ നമുക്ക് അലൈൻമെൻറ്റ് കൊടുക്കാം. അതുപോലെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഗ്യാപ്പുകൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റും വിഡ്ത്തും അനുസരിച്ച് ഇമേജിന് ഇഷ്ടമുള്ള പൊസിഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഒരു HTML provides an attribute ALT, alternative എന്നുള്ളതിനാണ് ALT, to specify an alternate text for an image if the browser cannot display the image. അതായത് എല്ലാ ബ്രൗസറും നമ്മൾ ഇങ്ങനെ ഇമേജ് ലോഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല എപ്പോഴും. അപ്പോൾ ഇമേജ് വരാതിരിക്കും അവിടെ. അതിന് പകരം എന്തെങ്കിലും ഒരു സിമ്പിളൊക്കെ വരും. അപ്പോൾ ഇമേജ് കറക്റ്റായിട്ട് ലോഡ് ചെയ്ത് വരത്തില്ല. അപ്പോൾ ഇമേജ് വന്നില്ലെങ്കിൽ, ഇമേജ് കറക്റ്റായിട്ട് ലോഡ് ചെയ്തില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് വർക്കൗട്ട് ആകുന്ന ആട്രിബ്യൂട്ടാണ് ഈ ALT എന്ന് പറയുന്നത്. ALTക്കകത്ത് നമ്മൾ ALTയുടെ വാല്യൂ എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജാണ്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ കൊടുക്കും. ഇമേജ് ലോഡ് ചെയ്യാൻ കൊടുക്കും, എന്നിട്ട് ALT ഈക്വൽ ടു ബ്രൗസർ നോട്ട് സപ്പോർട്ടഡ് എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇമേജ് അവിടെ വന്നില്ലെങ്കിൽ, ലോഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ALT വർക്കൗട്ട് ആകുകയും ആ മെസ്സേജ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇമേജ് ലോഡ് ചെയ്താൽ ALT വർക്ക് ചെയ്യത്തില്ല. ക്ലിയർ ആയല്ലോ? ഇമേജ് ബ്രൗസർ സപ്പോർട്ടിങ് കറക്റ്റ് ആകത്തുകൊണ്ട് ഇമേജ് ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ, ഇതൊന്നും വരുന്നില്ല. അപ്പോഴും നമ്മൾ ഓൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുത്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അതില്ലെങ്കിലൊന്നും വരുത്തില്ല. അപ്പം അങ്ങനെ അതിന് ഉപയോഗിക്കുന്ന HTML provides an attribute ALT to specify an alternate text for an image if the browser cannot display the image. ഇമേജ് ബ്രൗസറിന് നമ്മൾക്ക് തെറ്റുപറ്റി, നമ്മുടെ പാത്ത് കറക്റ്റ് ആകാതിരുന്നു, അല്ലെങ്കിൽ കൊടുത്ത ടാഗ് തെറ്റി, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് തെറ്റി, അങ്ങനെ വരാതിരിക്കുമ്പോഴല്ല, നമ്മൾ കറക്റ്റായ ടാഗും ആട്രിബ്യൂട്ട്സും വാല്യൂസൊക്കെയാണ് നമ്മൾ കൊടുത്തത്. ബട്ട് നമ്മുടെ ബ്രൗസറിൽ അത് വർക്കൗട്ട് ആകുന്നില്ല, നമ്മുടെ
ആ ഇമേജ് നമുക്ക് IMG ടാഗ് വർക്കൗട്ടായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ALT എന്ന് പറഞ്ഞ ടാഗ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കയറി ആക്റ്റീവ് ആവും, അത് വർക്കൗട്ട് ആകുകയും അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടും, റിസൾട്ടായിട്ട് സ്പെസിഫൈ ചെയ്യുകയും ചെയ്യും. മനസ്സിലായല്ലോ? അങ്ങനെ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ALT. ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റിയതാണ്. അതുപോലെ ഒരു empty ടാഗാണെന്ന് ഓർക്കുക. SRC ആണ് അതിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് ഓർക്കുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു URL ആണ്, അല്ലെങ്കിൽ ഫയലിൻ്റെ നെയിമാണ്, ലൊക്കേഷനാണ് എന്ന് ഓർക്കുക. ഇമേജ് ഇഷ്ടമുള്ള ഹൈറ്റിലും വിഡ്ത്തിലും ഇഷ്ടമുള്ള സ്ഥലം അലൈൻമെൻറ്റും അതുപോലെ സ്പേസിങ്ങും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്പേസിങ്ങും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാഗാണ്. സോ ഈ ഇമേജ് ടാഗിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന കോഡുകളും ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഡുകളൊക്കെ എഴുതി വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഈ ചാപ്റ്റർ ഇങ്ങനെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ച എല്ലാ ടാഗുകളും റിവൈസ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ടാഗുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ലിസ്റ്റുകൾ, ടേബിൾ, ലിങ്ക്, ഫ്രെയിംസ്, ദെൻ ഏറ്റവും ലാസ്റ്റ് ഫോംസ്. അങ്ങനെയാണ് നമ്മൾ അവസാനിക്കുന്നത്. അതിനു മുമ്പ് ഈ പോർഷനെല്ലാം തന്നെ ടാഗുകളെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള ടാഗുകളൊക്കെ നന്നായിട്ട് നോക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ. പ്രാക്ടിക്കലിന് ഈ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. പ്രാക്ടിക്കലിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബിലോങ്സ് ടു ദിസ് ചാപ്റ്റർ. സോ അതെല്ലാം നോക്കി വെച്ചാൽ നമുക്കത് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ. താങ്ക് യു വെരി മച്ച്.